നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തമ്മിൽ ഒരു അതിർത്തിയും പങ്കിടാത്ത രണ്ട് രാജ്യങ്ങളാണ് ഇറാനും ഇസ്രയേലും. സാധാരണഗതിയിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ബദ്ധ ശത്രുക്കളാവാൻ അവരൊന്നെങ്കിൽ പ്രധാനമായും ആ രാജ്യങ്ങളുടെ അതിർത്തി പങ്കിടേണ്ടതുണ്ട്. പക്ഷേ ഇവിടെ അതിർത്തികൾ പങ്കിട്ടില്ലെങ്കിൽ പോലും കണ്ടാൽ മുഖാമുഖം നോക്കിക്കഴിഞ്ഞാൽ വെടിവെപ്പും യുദ്ധവും മാത്രമാണ്. 2000 കിലോമീറ്ററിൽ അധികം വ്യോമദൂരമുള്ള രണ്ടിടങ്ങൾ. സത്യത്തിൽ ഈ രണ്ട് രാജ്യങ്ങൾക്കും ഇടയിൽ ഒരു പ്രകോപനത്തിനും സാധ്യത ഇല്ലാത്തതാണ്. പിന്നെ എങ്ങനെയാണ് യുദ്ധഭീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്? എന്താണ് യഥാർത്ഥത്തിൽ ഇസ്രയേലും ഇറാനും തമ്മിലുള്ള പ്രശ്നം? എല്ലാത്തിന്റെയും തുടക്കം ഒരു വ്യോമ ആക്രമണത്തിലൂടെയായിരുന്നു. സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസിലെ ഇറാനിയൻ കോൺസുലേറ്റ് അനക്സിന് നേരെ വ്യോമാക്രമണം നടക്കുന്നു. ഫലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദും ഇറാനിയൻ റവല്യൂഷണറി ഗാർഡിന്റെ ഉന്നതരും തമ്മിൽ നടക്കാനിരുന്ന യോഗത്തെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ സൈന്യമാണ് ആക്രമണം നടത്തിയത് എന്ന് ഇറാൻ ആരോപിക്കുന്നു. മിന്നലാക്രമണത്തിൽ IRGCയുടെ ഖുദ്സ് കമാൻഡർ മുഹമ്മദ് റസ സഹേദിയും സീനിയർ കമാൻഡർ മുഹമ്മദ് ഹാജി റഹീമയും അടക്കം 16 പേർ കൊല്ലപ്പെട്ടു. ചെയ്ത കുറ്റത്തിന് ഇസ്രായേലിന്റെ ശിക്ഷ പ്രതീക്ഷിക്കാം എന്ന ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ പ്രതികരണം പിന്നാലെ വന്നിരുന്നു. ഏപ്രിൽ 10-ാം തീയതി ഇതേ ഭീഷണി തന്നെ ആവർത്തിച്ചപ്പോൾ തൊട്ടടുത്ത ദിവസം തന്നെ അടിക്കടി എന്നതാണ് തങ്ങളുടെ ശീലമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രതികരിച്ചിരുന്നു. പിന്നെ തുടർച്ചയായ ഭീഷണികൾ പല കേന്ദ്രങ്ങളിൽ നിന്നുമുണ്ടായി. ഇറാനും ഇസ്രായേലിനും ഇടയിൽ യുദ്ധം ആസന്നമാണ് എന്ന പ്രതീതി ഇപ്പോഴും നിലനിൽക്കുകയാണ്. ചുരുക്കത്തിൽ മധ്യപൂർവ്വ ഏഷ്യ ഒരു യുദ്ധത്തെ മുഖാമുഖം കണ്ട് നിൽക്കുകയാണ്. യുദ്ധത്തിന് മുതിർന്നാൽ കനത്ത വില നൽകേണ്ടി വരുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ മുന്നറിയിപ്പും വന്നു കഴിഞ്ഞു. ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിന് നേർക്കുണ്ടാകുന്ന ഏതൊരു പ്രകോപനവും അവസാനിക്കുകയും തുറന്ന പോരിലേക്കും ആവും. അങ്ങനെയൊന്നും ഉണ്ടായാൽ ഇറാന്റെ അയൽരാജ്യങ്ങളും അമേരിക്കയും അടക്കമുള്ള ലോക ശക്തികളും അതിൽ പക്ഷം ചേരാനും മധ്യപൂർവ്വ ഏഷ്യ കുറെ കൂടി വലിയൊരു യുദ്ധത്തിലേക്ക് വഴിമാറുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശീത സമരം ലോകവേദിയിൽ യുദ്ധത്തിന്റെ ആശങ്കകൾ വിതയ്ക്കുന്നത് ഹമാസിന്റെ ഓപ്പറേഷൻ അൽ അക്സ ഫ്ലഡിന് ശേഷമാണ്. ഒക്ടോബർ 7-ന് ഇസ്രയേലിൽ ഹമാസ് നടത്തിയ മിന്നലാക്രമണത്തിൽ ഇറാന് പങ്കുണ്ട് എന്ന ആരോപണം ഉയർന്നിരുന്നു. പിന്നാലെ ആക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ല എന്ന് വ്യക്തമാക്കി ഇറാൻ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. അമേരിക്കയുടെ പിന്തുണയോടെ ഇസ്രായേൽ നടത്തുന്ന പ്രത്യാക്രമണം താങ്ങാൻ സാധിക്കില്ല എന്ന വിലയിരുത്തലിലാണ് ഇറാന്റെ ഭാഗത്തു നിന്നും ശക്തമായ പ്രത്യാക്രമണം ഉണ്ടാകില്ല എന്ന് എല്ലാ നിരീക്ഷകരും അഭിപ്രായപ്പെട്ടത്. എന്നാൽ 100ഓളം ഡ്രോണുകളും ഡസൻ കണക്കിന് മിസൈലുകളും ഉപയോഗിച്ചുള്ള ആക്രമണമായിരുന്നു ഇറാൻ നടത്തിയത് എന്ന് മാത്രമല്ല, ആക്രമണത്തിന് ശേഷം അമേരിക്കയുടെയോ ഇസ്രായേലിന്റെയോ ഭാഗത്ത് നിന്ന് തിരിച്ചടി ഉണ്ടായാൽ ശക്തമായി ആക്രമിക്കുമെന്നാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇറാനും ഇസ്രായേലും പരസ്പരം ശത്രുക്കളായിട്ട് ഒരുപാട് വർഷക്കാലമൊന്നും ആയിട്ടില്ല. 1979-ലെ ഇസ്ലാമിക വിപ്ലവം നടക്കുന്നതുവരെ ഇറാനും ഇസ്രയേലും വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. 1948 ഇസ്രായേൽ രാജ്യം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ഇസ്രായേലിനെ ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കുന്ന ആദ്യത്തെ രാജ്യങ്ങളിലൊന്നാണ് ഇറാൻ. എന്ന് മാത്രമല്ല, ഇസ്രായേലിന് അമേരിക്ക നൽകുന്ന പിന്തുണ അറബ് രാജ്യങ്ങൾക്കിടയിൽ നിലനിൽക്കാൻ കരുത്ത് നൽകുന്നതാണ് എന്നും ഇറാൻ കരുതിയിരുന്നു. കർഷകരായ ഇറാനിയൻ പൗരന്മാർക്ക് സൈനിക പരിശീലനം നൽകുന്നത് ഇസ്രയേലാണ്. ഇറാനിയൻ സായുധ സേന രൂപീകരിക്കുന്നതിൽ ഇസ്രയേലിന്റെ പങ്ക് വളരെ വലുതുമാണ്. അതുപോലെ തന്നെ സാങ്കേതിക മേഖലയിലും ഇസ്രയേലിന്റെ പിന്തുണ ഇറാന് ലഭിച്ചിരുന്നു. ഇറാനിൽ ട്രെയിൻ ഗതാഗതം സാധ്യമാകുന്നതിലും ഇസ്രയേലിന്റെ പിന്തുണയുണ്ട്. ഇറാൻ ഇതിനൊക്കെ പകരമായി ഇസ്രയേലിന് എണ്ണ നൽകി. അത് മാത്രവുമല്ല, ഇസ്രയേലിന് പുറത്ത് ഏറ്റവും വലിയ രണ്ടാമത്തെ ജൂത സമൂഹം ജീവിക്കുന്നതും ഇറാനിലാണ്. 79-ലെ ഇസ്ലാമിക വിപ്ലവം വരെ കാര്യങ്ങൾ ഇങ്ങനെ തന്നെ തുടരുകയായിരുന്നു. ഇപ്പോഴും 20,000-ത്തിലധികം ജൂതർ ഇറാനിലുണ്ട്. ഇസ്രായേലിലെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷമാണ് അയത്തുള്ള ഖമേനി അധികാരത്തിൽ വരുന്നത്. ഈ സംഭവത്തിന് ശേഷം ഇറാൻ ഇസ്രായേലുമായുള്ള എല്ലാ ധാരണയും വേണ്ടെന്ന് വെച്ചു. പിന്നീട് ഫലസ്തീൻ അധിനിവേശത്തിൽ ഇസ്രായേലിനെ ആഞ്ഞടിച്ച് ഇറാൻ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. എന്തായാലും ഇസ്രായേൽ ഇപ്പോൾ തിരിച്ചടി ശക്തമാക്കിയിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ ഇറാന്റെ അവസാനം അത് കാണാതെ ഇസ്രായേൽ മടങ്ങില്ല എന്ന അടിയുറച്ച വിശ്വാസത്തിൽ അടിയുറച്ചുറപ്പിൽ തന്നെയാണ് ഇസ്രായേലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.